കൊച്ചി NCC ക്യാമ്പിലെ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ആ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും പോകുന്നത്. കാക്കനാട് KMM കോളേജിലെ NCC ക്യാമ്പിൽ പങ്കെടുത്ത 70ഓളം സ്കൂൾ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 600ഓളം കുട്ടികളാണ് ഈ ക്യാമ്പിൽ പങ്കെടുത്തത്. കുട്ടികൾക്ക് മോശപ്പെട്ട രീതിയിലുള്ള ഭക്ഷണവും വെള്ളവും നൽകി എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നു. ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞ രക്ഷിതാക്കൾ അങ്ങോട്ടെത്തുന്നു. വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടാകുന്നു. പോലീസിന്റെ അനുനയ നീക്കമുണ്ടാകുന്നു. ഇത് വലിയ തോതിലുള്ള വിവാദം ഉയർന്നതോടുകൂടി കളക്ടർ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ള വിവരമാണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയി നമുക്ക് ലഭിക്കുന്നത്. DMO റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഒപ്പം ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഭക്ഷണ സാമ്പിൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കിണറിലെ വെള്ളം ഉൾപ്പെടെ പരിശോധിക്കും. ഇത് ഏത് രീതിയിൽ പാളിച്ചയുണ്ടായി, വീഴ്ചയുണ്ടായി എന്നുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള പരിശോധന ആവശ്യമാണ്. കാരണം നിരവധി വിദ്യാർത്ഥികൾ, 70ഓളം വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഭക്ഷ്യവിഷബാധയേറ്റ് അവിടെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. പക്ഷേ ആശ്വാസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് അവരുടെ ഗുരുതരമല്ല അവസ്ഥ എന്നുള്ളതാണ്. അത് തന്നെയാണ് വലിയൊരു ആശ്വാസം. പക്ഷേ ഇതിലുണ്ടായ വീഴ്ച എന്താണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. വലിയ ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. 3 ദിവസമായി തുടരുന്ന NCC ക്യാമ്പാണ്. ഇപ്പോൾ ഈ പ്രതിഷേധത്തെ തുടർന്ന് ക്യാമ്പ് നിർത്തിവെച്ചു. പല രക്ഷിതാക്കളും മക്കളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. പല കുട്ടികളും അവിടെ നിന്ന് പോകുന്നു. ഈ നിലയിലേക്ക് വലിയൊരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ്. എന്തായാലും ഇതിൽ ഒരു അന്വേഷണം ഉടൻ ഉണ്ടാകും. ആരോഗ്യ വകുപ്പിന്റെ അന്വേഷണം ഒരു വശത്തുകൂടി നടക്കുന്നുണ്ട്. ഒപ്പം കളക്ടർ DMO റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ഇതിൽ വലിയ മാധ്യമ ശ്രദ്ധ നേടിയതോടുകൂടി ഈ വിഷയത്തിൽ അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ നമ്മൾ കാണുന്നത്. NCC ക്യാമ്പിൽ ഇപ്പോൾ ഈ ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തോടുകൂടി വലിയ പ്രതിഷേധം ഉയർന്നതോടുകൂടി ഇപ്പോൾ ക്യാമ്പ് നിർത്തിവെക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്ത് പാളിച്ചയാണ് സംഭവിച്ചത്, അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ അതിൽ ഒരു മറുപടി പറയാനോ പ്രതികരണം നടത്താനോ NCCയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും അവർ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുന്ന സ്ഥിതി മാത്രമായിരുന്നു. ഇനിയിപ്പോൾ ആരോഗ്യ വകുപ്പ് പറയുന്നത് ഈ ഭക്ഷണ സാമ്പിൾ പരിശോധിച്ച ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു തീരുമാനം പറയാൻ കഴിയുകയുള്ളൂ. നിലവിൽ പ്രാഥമിക അന്വേഷണം നടത്തി എന്ത് കണ്ടെത്തി, എന്താണ് അവിടെ അറിയാൻ കഴിഞ്ഞത് എന്നുള്ളത് നിലവിൽ പുറത്തു പറയാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നാണ് അവർ പ്രതികരിച്ചത്. എന്തായാലും വലിയ തോതിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. NCC ക്യാമ്പിൽ രക്ഷിതാക്കൾ ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് കടക്കുന്ന അവസ്ഥ കൂടി ഉണ്ടായി. അരുൺ ശങ്കർ തുടരുന്നു അവിടെ നിന്ന്. അരുൺ, ഇതിപ്പോൾ നേരത്തെ ഒരു കുട്ടിയോട് സംസാരിച്ചല്ലോ. അപ്പോൾ ആ കുട്ടി പറയുകയാണ്, ഒരു കുട്ടി ബോധം കെട്ട് വീഴുകയാണ്. പക്ഷേ ഇത്രയും ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് ആ കുട്ടികൾ പോയിട്ട് പോലും രക്ഷിതാക്കളെ ഒന്ന് വിവരം അറിയിക്കാൻ അവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറായില്ല, അധികൃതർ തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പോൾ വലിയൊരു വീഴ്ച ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല, ആ വീഴ്ച ബോധപൂർവ്വം മറച്ചു വെക്കാൻ കൂടിയുള്ള ശ്രമം കൂടി നടന്നിരിക്കുന്നു. അരുൺ, തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഈ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ വലിയ വീഴ്ചകൾ ക്യാമ്പ് നടത്തുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള കാര്യം ബോധ്യമാകും. കാരണം ആദ്യഘട്ടത്തിൽ പരാതികൾ പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് കുട്ടികൾ ആദ്യം പറഞ്ഞ ഒരു വിമർശനം. അതിനുശേഷം കൂട്ടത്തോടെ കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായപ്പോഴാണ് ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ക്യാമ്പ് നടത്തുന്ന NCC അധികൃതർ തയ്യാറായതെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് കുട്ടികൾക്ക് സാധാരണ നിലയിലുണ്ടാകുന്ന ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ അതിനപ്പുറത്തേക്ക് ചില കുട്ടികൾ തലകറങ്ങി വീണു, ചില കുട്ടികൾ ഛർദ്ദിച്ചപ്പോൾ ചോര വന്നു ഉൾപ്പെടെയുള്ള ഗുരുതരമായ സ്വഭാവമുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായതായിട്ട് ഈ NCC ഈ ക്യാമ്പ് നടത്തിയിട്ടുള്ള അധികൃതർ വ്യക്തമാക്കുന്നില്ല. എന്നാലും ഇപ്പോൾ ക്യാമ്പസിലേക്ക് കൂടുതൽ പോലീസിനെ എത്തിച്ചിരിക്കുകയാണ്. ഈ ക്യാമ്പസിൽ തുടരുന്ന ഈ രക്ഷകർത്താക്കളെ ഉൾപ്പെടെയുള്ളവരെ ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൂടുതൽ പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിരിക്കുകയാണ്. ക്യാമ്പ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു എന്നുള്ളതാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. ഇപ്പോൾ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ, ഈ പരാതികളുള്ള വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ പുറത്തേക്ക് പോകുന്നു. നിങ്ങളൊക്കെ വീട്ടിൽ പോവല്ലേ? ഇവിടുത്തെ കാര്യമില്ല. നമ്മുടെ സാർ അവിടെ പോയിരിക്കണേ, വന്നിട്ടില്ല ഇതുവരെ. സ്കൂളിലെ സാറാ, അറിയണതാണ്. ഇപ്പൊ ന്യൂസ് ഇവിടെ ആരും ഒന്നും വിളിച്ചു പോലും പറഞ്ഞിട്ടൊന്നുമില്ല. അവര് എല്ലാം നമ്മളൊരു സാബുണ്ട്, അവരാണ് നമ്മൾ ഇതാക്കണത്. വെറുതെ എപ്പോഴും എന്തേലും ചെയ്തതിന് അപ്പം പറയാ സാബുണ്ട്, എന്ത് പറഞ്ഞാലും കില്ലയും ഇവിടെ ചെയ്യുമ്പോൾ പലയിടൊന്നും ചെയ്തില്ലെങ്കിൽ അപ്പൊ ഇതിന്റെ ചെകളും തരും, തള്ളിയിടും. നമ്മൾ കടിക്കുക നമ്മളെ കാണുന്നില്ലല്ലോ. സീനിയേഴ്സ് സപ്പോർട്ടാണ് ഇതിന്. 11 പേരാണ് ഇതും പറഞ്ഞു പോയത്. ഒരു കുഴപ്പമില്ല.
വിദ്യാർത്ഥികൾ കടുത്ത പ്രതിഷേധത്തിലാണെന്നുള്ളത് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നുള്ളതാണ് അവർ പൊതുവെ പറയുന്ന പരാതി. ഭക്ഷണം കൊള്ളത്തില്ലെന്ന് പറയുന്നു. പക്ഷേ ചില വിദ്യാർത്ഥികൾ ഭക്ഷണത്തിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും പറയുന്നുണ്ട്. രണ്ട് അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് തന്നെ വരുന്നുണ്ട്. മോളുണ്ടോ? എന്താ മോളുണ്ടായിരുന്നു? അല്ല, സാബുമാരിട്ടിട്ട് പോയി മക്കളാ, അവർക്ക് ഉത്തരവാദിത്തമില്ലേ? എന്തായാലും അവരുടെ സാഹചര്യം അതീവ ഗുരുതരമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. രക്ഷിതാക്കൾ മക്കളെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പ്രതിഷേധം ഒരു വശത്തു കൂടി നടക്കുന്നുണ്ട്, അന്വേഷണം മറുവശത്തും നടക്കുന്നുണ്ട്. ആ രീതിയിലാണ് ഇപ്പോൾ ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ നടക്കുന്ന അപ്ഡേറ്റ്സ്.